ഡ്രീം ഷോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ റിവിഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ടീച്ചേഴ്സ് ആയവർ ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ പഠിക്കുന്ന കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരം സ്റ്റുഡൻസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ, റിവിഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കാതെ തന്നെ മുന്നോട്ട് പഠിച്ചുകൊണ്ട് പോവുക. നമുക്ക് HSST കോമേഴ്സ് എക്സാമിനെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നേരിടാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റായിട്ട്, അതായത് ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് പോവും. അതിൻ്റെ സിലബസ് നോക്കിയിട്ട് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എക്സാം ആകുമ്പോഴേക്കും ഒരുവിധം എല്ലാ പോർഷൻസും നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും HSST എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു എക്സാമിനെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ പ്രാവശ്യം കിട്ടണം എന്ന രീതിയിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണം. റാങ്ക് ലിസ്റ്റിൽ വെറുതെ ഇടം നേടിയാൽ പോരാ, മെയിൻ ലിസ്റ്റ് തന്നെ ഇടം നേടി ജോലി കിട്ടും എന്നുറപ്പുള്ള ഒരു റാങ്ക് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് ഡിസൈനിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നൗ വി ക്യാൻ സ്റ്റഡി which are the important methods of research design. Important ആണ്. First one is quantitative research design. What is quantitative research design? The outcome of the quantitative analysis present in the form of statistics, graphs, charts, etc. നമ്മളിവിടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് അതുപോലെ ചാർട്ട് രൂപത്തിൽ, ഗ്രാഫിക് രൂപത്തിലൊക്കെ നമുക്ക് ഡാറ്റാസ് കാണിക്കാം. ദെൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ, it focus on finding answers to how and why. how എങ്ങനെ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. we can use open-ended questions and helps to express views clearly for qualitative research design. Qualitative research design is divided into experimental research design, correlational research design, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പം അതിൽ വരുന്ന ഫസ്റ്റത്തത് എക്സ്പെരിമെൻ്റൽ ഡിസൈനാണ്. ദിസ് ടൈപ്പ് ഓഫ് ഡിസൈൻ ലുക്സ് എ പ്രോബ്ലം സയൻറ്റിഫിക്കലി. ഇറ്റ് ഓൾസോ ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. It is used to observe human behavior and understanding the psychology of human better. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു പ്രോബ്ലം സോൾവിങ് ആണ്. നമുക്ക് ആദ്യം തന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റഡി ചെയ്യും. അതിൻ്റെ ബേസിൽ ഹൗ വി ക്യാൻ ഒബ്സർവ് ദ ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ളതാണ് ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഒരു ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സ്റ്റഡിയാണ് വരുന്നത് അല്ലേ. ദെൻ കോറിലേഷണൽ ഡിസൈൻ, ഇറ്റ് എസ്റ്റാബ്ലിഷസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു റിലേറ്റഡ് വേരിയബിൾസ്. ദ റിസർച്ചർ ഒബ്സർവ്സ് വേരിയബിൾസ് ഓവർ ടൈം ആൻഡ് ഫൈൻഡ് ഔട്ട് കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ കോറിലേഷണൽ ഡിസൈനിൽ സ്റ്റഡി ചെയ്യുന്നത്. ദെൻ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ. വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ? ഇറ്റ് ഈസ് എ തിയറി ബേസ്ഡ് മെത്തേഡ് ഡിസ്ക്രൈബിംഗ് ദ റിസർച്ചേഴ്സ് പ്രൈമറി സബ്ജക്റ്റ് മാറ്റർ. അതായത് ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ ഒരു ഡിസൈനിൽ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്, അതായത് ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, സർവേസ്, അതെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. Then diagnostic design. Diagnostic design find the reason behind a problem and solve it. Diagnostic design, നമ്മളൊരു പ്രോബ്ലം ഡയഗ്നോസിസ് ചെയ്യാണ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വാട്ട് ഈസ് ദ കോസ് ഓഫ് ദാറ്റ് പ്രോബ്ലം ആൻഡ് വി ആർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ് പ്രോബ്ലം ഓൾസോ. എന്തെങ്കിലും ഒരു പ്രോബ്ലം എറൈസ് ചെയ്താൽ നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് ഏത് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ ഡയഗ്നോസ്റ്റിക് ഡിസൈൻ യൂസ് ചെയ്തിട്ടാണ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് എക്സ്പ്ലനേറ്ററി ഡിസൈൻ ആണ്. റിസർച്ചർ എക്സ്പ്ലോർസ് ഐഡിയാസ് ഓൺ എ സബ്ജക്ട്സ് ടു എക്സ്പ്ലോർ മോർ തിയറീസ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമ്മളത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ നന്നായി സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. വി ആർ എക്സ്പ്ലോറിങ് ദാറ്റ് ഐഡിയ. ദ മെയിൻ എയിം ഓഫ് ദ റിസർച്ചർ ഈസ് ടു എക്സ്പ്ലോർ ദ സബ്ജക്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ അൺഡിസ്കവേർഡ് ആസ്പെക്റ്റ് ഓഫ് ദാറ്റ്
അങ്ങനെയുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച്, നമ്മൾ അറിയാത്തൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഫൈൻഡിങ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട്, ഹൗ ആൻഡ് വൈ. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എക്സ്പ്ലനേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് അല്ലേ. Then next one is cross-sectional research design. A type of observational study data collected at a single point in time. നമ്മളൊരു സിംഗിൾ പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ ക്രോസ് സെക്ഷണൽ ഡിസൈൻ. പാർട്ടിസിപ്പൻസ് ഓഫ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്, പോപ്പുലേഷൻ എക്സെട്ര ആർ അണ്ടർ ദിസ് മെത്തേഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കൺസിഡറിങ് ദ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്ന ഒരു ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് റിസർച്ച് ഡിസൈൻ എന്നും ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്താണെന്നുള്ളതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ സാമ്പിളിംഗ് ആണ് എടുക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാമ്പിളിംഗ് എന്ന് പറയുന്ന ഭാഗവും. അപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ്സുകളെല്ലാം എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം പഴയ കാര്യങ്ങളും കൂടി റിവൈസ് ചെയ്ത് പോകണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്